ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ പാറ്റേൺ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഈ 2 ഷെയ്ഡിലുള്ള വൂളൻ യാണും ഈ ഒരു ഹൂക്കും പിന്നെ ഇതേപോലൊരു സ്റ്റിച്ച് മാർക്കറും ഈ കട്ടറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കട്ടർ ഇല്ലെങ്കിൽ കത്രിക യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ 2 നൂലിലും സെയിം പാറ്റേണിൽ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്നിച്ച് വെക്കണം. നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടാക്കി നേരത്തെ ഇട്ടത് കൊണ്ട് ഇനിയിപ്പോൾ സർപ്രൈസിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ പറയുന്നില്ലെന്നേ, ഇൻ കേസ് ലോങ് വീഡിയോ കാണുന്നവർ ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നമുക്കിതിന് ഫസ്റ്റ് ഇതേപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഈ ലൂപ്പിന്റെ പേരാണ് MR അഥവാ മാജിക് റിംഗ്. ഇനി ഇതിനുള്ളിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യയില് 6 സിംഗിൾ ക്രോഷ്യയില് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് മാർക്കിന്റെ ഉപയോഗം ഇതാണ്. നമ്മുടെ തുടക്കവും ഒടുക്കവും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു MRല് 6 സിംഗിൾ ക്രോഷ്യ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയില് സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യും. അപ്പൊ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ കൗണ്ട് മാത്രം തെറ്റാതെ ശ്രദ്ധിച്ചാൽ മതി. 6 എണ്ണം ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നിർത്തുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മുടെ ചാനലിൽ 1.5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ഒരേ സമയം സന്തോഷമാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് സങ്കടമുണ്ട്. കാരണം വേറെയൊന്നുമല്ല, ഞാൻ ഇതിനു മുമ്പ് ഒരു ചാനലിൽ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ട് തുടങ്ങിയിരുന്നു. അത് ഇതല്ല കേട്ടോ, ക്രാഫ്റ്റിന്റെ വീഡിയോസ് ഒക്കെയാണ്. അപ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞാൻ ചാനലിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആ ചാനലിൽ ഞാൻ ഇതിനു മുൻപേ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ട് തുടങ്ങിയതാണ്. പക്ഷെ അതിലത്ര ഗ്രോത്ത് എനിക്ക് ഉണ്ടായില്ല. പയ്യെ പയ്യെ വളരെ ഗ്രാജുവൽ ആയിട്ടാണ് ആ ചാനൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സങ്കടമുണ്ട്, പക്ഷെ ഈ ചാനലിൽ സന്തോഷമുണ്ട്. ബൈ ദ വൈ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിന്റെ പാറ്റേൺ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ പാറ്റേൺ ഇതുവരെ റീഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ഇടാം കേട്ടോ. നമ്മൾ ഓരോ റൗണ്ട് അല്ലെങ്കിൽ റോ ആയിട്ടാണ് ക്രോഷ്യ ചെയ്ത് വരുന്നത്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, അങ്ങനെ റൗണ്ട് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. സെക്കൻഡ് റോയിൽ നമ്മൾ എപ്പോഴും ചെയ്തതിന്റെ ഇരട്ടി, അതായത് ഇൻക്രീസ് ആയിരിക്കും എപ്പോഴും ചെയ്യുക. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരേ സിംഗിൾ ക്രോഷ്യയിൽ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ഒന്നിച്ച് ചെയ്യുന്നതിനെയാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ MRൽ 6 സിംഗിൾ ക്രോഷ്യയിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റിൽ അത് ഇൻക്രീസ് ചെയ്യും. അതായത് നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്ത ആ 6 സിംഗിൾ ക്രോഷ്യയിൽ ഓരോ സിംഗിൾ ക്രോഷ്യയിലും 2 സിംഗിൾ ക്രോഷ്യ വീതം തയ്ച്ചു വിടും. അപ്പോൾ ടോട്ടൽ 12 സ്റ്റിച്ചസ് ഉണ്ടാവും. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 4 സിംഗിൾ ക്രോഷ്യ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അത് എവിടെ വരെ പോകണമെന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പാറ്റേണിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും. നമ്മളൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹെഡ് പോർഷൻ, അങ്ങനെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു പാറ്റേൺ ആണ് ചെയ്തെടുക്കാൻ നോക്കുന്നതെങ്കിൽ അതിന് എത്രത്തോളം പരപ്പളവ് വേണമെന്നുള്ളത് ഈ പറഞ്ഞ 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്കൊരു 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് വരെ ആയപ്പോഴേക്കും എനിക്ക് വേണ്ട ഒരു സൈസ് കിട്ടി. നമ്മൾ അവിടെ വെച്ച് യാതൊരു കാരണവശാലും കട്ട് ചെയ്യരുത് കേട്ടോ. കട്ട് ചെയ്യാൻ പാടില്ല, വീണ്ടും സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. സോ ഇവിടെ വരെ നമ്മൾ ചെയ്തത് ഹെഡിന്റെ ഒരു പരപ്പളവ്, ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് ആ ഒരു കുഴിവ്, ഒരു ബൗള് പോലെ ആവണ്ടേ. അപ്പൊ ആ ഒരു കുഴിവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ചുറ്റുമുള്ള റൗണ്ടുകൾ, ഇനി വരാൻ പോകുന്ന എത്ര കുഴിവ് വേണോ അത്രയും റൗണ്ടുകളിൽ നമ്മൾ ലാസ്റ്റ് 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിൽ നിർത്തിയപ്പോൾ എത്ര സ്റ്റിച്ച് കൗണ്ട് വന്നോ ആ സ്റ്റിച്ചുകൾ സെയിം അളവിൽ തന്നെ ആ കൗണ്ടിൽ തന്നെ താഴേക്ക് ഓരോ റൗണ്ടിൽ തയ്ച്ചു പോവുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് സ്റ്റിച്ച് വരെ 24 സ്റ്റിച്ചസ് ആണ് കൗണ്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇനി കുഴിവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റൗണ്ട് 5ൽ 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് വിടുക. ദെൻ റൗണ്ട് 6ൽ 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് വിടുക. ദെൻ റൗണ്ട് 6, അങ്ങനെ ഞാനിവിടെ റൗണ്ട് 7 വരെ ചെയ്യുന്നുണ്ട്. അതോടെ എനിക്ക് വേണ്ട സാധനത്തിന്റെ ആ ഒരു കുഴിവ് എന്തോരമാണോ ആ ഒരു ഷേപ്പിൽ എനിക്ക് കിട്ടിയത് കൊണ്ട് റൗണ്ട് 7 എത്തിയപ്പോഴേക്കും ഞാനതവിടെ ഫിനിഷ് ചെയ്തു. ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ അവിടെ സ്റ്റിച്ച് ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു നല്ലൊരു പ്രോജക്റ്റ്, ഒരു അമിഗുരുമി പ്രോജക്റ്റ്, ഒരു പാവ, ഒരു ടെഡി ബിയറിന്റെ പാവ നമ്മൾ ഉണ്ടാക്കാന്ന് വെച്ചോ. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഫിനിഷ് ആയി കഴിയുമ്പോൾ
നമ്മൾ യൂസ് ചെയ്യുന്ന യാണ് അത്ര നല്ലതല്ല, ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്രലിക്കിന്റെ ഒക്കെ യാണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ വോളൻ യാണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറിയ രീതിയിൽ ഈ ഇങ്ങനെ നൂല് പൊങ്ങി പൊങ്ങി വരും. അപ്പോൾ അങ്ങനെയുള്ള വൃത്തികേട് മാറ്റാനായിട്ട് നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കണം. ബേൺ ചെയ്യാൻ മീൻസ് കൂട്ടിയിട്ട് കത്തിക്കുക എന്നല്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ സിഗരറ്റ് ലാമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന ഹീറ്ററൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഗ്യാസ് ഹീറ്റർ ഒന്നും ഇല്ല, ഞാൻ ചെറിയ സിഗരറ്റ് ലാമ്പാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓടിച്ചൊന്ന് കത്തിച്ചു വിടുക. അപ്പോൾ ആ ഒരു പൊങ്ങി വരുന്ന നൂല് മാത്രം ഉരുകി മാറുന്ന ആ ഒരു ജസ്റ്റ് ഒന്ന് തീയുടെ അടുത്തൂടെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു അമിഗുരുമി പ്രോജക്റ്റ് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി എടുക്കാൻ പറ്റും. പഴയതുപോലെ നൂലൊക്കെ പൊങ്ങി ആ ഒരു വൃത്തികേട് ഉണ്ടാവില്ല. ഇത് ഒരു ടിപ്പാണ് കേട്ടോ. പിന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത വർക്കാണ്. അധിക നേരം തീയിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നൂലാണ് പെട്ടെന്ന് കത്തിപ്പിടിക്കും. ചിലപ്പോൾ കറുത്ത ഡോട്ടുകൾ, കരിഞ്ഞ പാടുകളൊക്കെ ഉണ്ടാവാം. എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സൈസ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഫേസിന്റെ ആ ഒരു കുഴിവാണ്. സോ ഇവിടെ വരെ നമുക്ക് എത്ര സിംഗിൾ ക്രോഷ്യ ഉണ്ടോ സ്റ്റിച്ചിൽ, ആ സെയിം കൗണ്ടിൽ 7 റൗണ്ട് നമ്മൾ അങ്ങ് താഴേക്ക് തയ്ച്ചു വിടുക. അപ്പോൾ നമുക്ക് ആ ഫേസിന്റെ ഒരു കുഴിവും കറക്റ്റ് ആയിട്ട് കിട്ടും. എനിക്ക് 7 റൗണ്ടിൽ കറക്റ്റ് ഫുൾ കുഴിവിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് പാതിയോളം, ഒരു ഫേസിന്റെ പാതിയോളം മതിയായിരുന്നു. അതുകൊണ്ട് ആ പാതി എത്തിയപ്പോഴേക്കും ഞാൻ നിർത്തി. ഇനി നമുക്ക് ആവശ്യം കുറച്ച് പെറ്റൽസ്, ഫ്ലവറിന്റെ പെറ്റൽസ് പോലെയുള്ള സ്റ്റിച്ചസ് ആണ്. അത് വേറെ ഒന്നുമില്ലെന്നേ, നമ്മളിപ്പോൾ നിർത്തിയെടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നേരെ ആ ഒരൊറ്റ സിംഗിൾ ക്രോഷ്യയിൽ 5 DC, അതായത് ഡബിൾ ക്രോഷ്യ. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, ഡബിൾ ക്രോഷ്യയൊക്കെ നമ്മൾ പഠിച്ചതാണ്. എങ്കിലും ഞാൻ പറയാം. ഹൂക്ക് യാണിൽ ആദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരെ ഉള്ളിലൂടെ കയറ്റി പുറത്തെടുക്കുമ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും ഹൂക്കിൽ. 2 എടുത്ത് പുറത്തു കൊണ്ടുവരിക. എഗെയിൻ 2 ഉണ്ടാവും. ആ 2 ലൂപ്പിലൂടെ യാൺ പുള്ളി ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഒരു DC കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതേപോലത്തെ 5 DC സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറിന്റെ പെറ്റൽ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട, ആ പെറ്റലിന്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള നെക്സ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് വിടുക. അതിൽ തയ്ക്കാതെ അതിന് തൊട്ടിപ്പുറത്തുള്ളതിലേക്ക് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് വിടുക. ഇനി ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഫുൾ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഫ്ലവറിന്റെ ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും. ഫൈനലി ഇത്രയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വേണമായിരുന്നു. ആ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഈ സെയിം പാറ്റേൺ തന്നെ ഈ വൂളൻ യാണിലും ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ അതും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ചെയ്ത സെയിം സ്റ്റിച്ചസ് തന്നെ ആയതുകൊണ്ടാണ് ഞാനത് കാണിക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലെ മിച്ചം വന്ന യാണൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കണം. ഈ തൂങ്ങിക്കിടക്കുന്ന യാണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇവർക്ക് ഐസ് ഒക്കെ വെച്ച് കൊടുക്കണം. കണ്ണ് അറ്റാച്ച് ചെയ്യാൻ ഞാൻ ഇതേപോലെ ഒരു കോട്ടൺ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്യാം. പിന്നെ ഇവരെ തമ്മിലൊന്ന് യോജിപ്പിക്കാൻ ഞാൻ ഇതേപോലെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ യാൺസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ നീഡിൽസ് എല്ലാം എടുക്കണം. ഇതേപോലെ മിച്ചം വന്ന യാൺ നീഡിലിൽ കോർത്തെടുക്കുക, ഉള്ളിലേക്ക് കയറ്റി ഹൈഡ് ചെയ്ത് വെക്കുക. അതവിടെ കഴിഞ്ഞു. മിച്ചം വരുന്നത് അതിന് ശേഷം കട്ട് ചെയ്ത് വിടുക. ഇതുപോലെ തന്നെ മറ്റതിൻ്റെയും ഒന്ന് ഹൈഡ് ചെയ്ത് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഡോൾസിന്റെ ഒക്കെ ഐസ്, അത് ആമസോൺ മീഷോയിലൊക്കെ കിട്ടും. പക്ഷെ മീഷോയിൽ നിന്ന് ഞാൻ കൺഫേം പറയുന്നില്ല. കാരണം ഒരിക്കൽ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഈ എംബ്രോയിഡറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സൈസ് ബീഡ്സ് ഇല്ലേ, നീളത്തിലുള്ള ബീഡ്സ്, എനിക്ക് അതാണ് വന്നത്. എനിക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റിയില്ല. കാരണം റിട്ടേൺ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് സാധനം ഞാൻ പൊട്ടിക്കുന്നതും നോക്കുന്നതും ഒക്കെ. സോ മൊത്തത്തിൽ ഞാനങ്ങ് ലോക്കായിപ്പോയി. അതിനുശേഷം എനിക്ക് മീഷോയിൽ നിന്ന് ഞാൻ ക്രോഷേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. മേ ബി ഞാൻ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് ആ സ്റ്റോറ് ശരിയായിരിക്കില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ അറിയാവുന്ന സ്റ്റോറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബുക്ക് ചെയ്യാം കേട്ടോ മീഷോയിൽ നിന്ന്. എല്ലാവർക്കും ഒരേ അബദ്ധം പറ്റണമെന്നില്ലല്ലോ. ഇതേപോലെയുള്ള ഐസ് വലിയ സൈസും ചെറിയ സൈസും കിട്ടും കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല. ഇത് ഞാനൊരു ത്രെഡ് ഹൗസിൽ പോയപ്പോൾ ഇത് വേറെ എന്തിനോ യൂസ് ചെയ്യുന്ന ബീഡ്സ് ആണെന്ന് തോന്നുന്നു. ഇതിലെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹാഫ് പോർഷനിലുള്ള ഒരു ബീഡിന്റെ സൈസാണിത്. അതിനുശേഷം അതിനകത്തൊരു ഹോളും ഉണ്ട്. സോ എനിക്ക് ഈ ഒരു പർപ്പസിന് യൂസ്ഫുൾ ആണെന്ന് തോന്നി ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന് തന്നെ വലുതുണ്ട്. പിന്നെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഐസൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവർക്ക് ഫേസിൽ ഒരാൾ ചിരിക്കുകയാണെങ്കിൽ ഒരാൾ കരയണമല്ലോ. ചെറിയ രീതിയിൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സൗണ്ട് ഒക്കെ മാറി മാറി വരുന്നത്. നമ്മൾ അമിഗുരുമി ചെയ്യുമ്പോൾ ഇതേപോലെ പാർട്സ് ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ, ഐസ്, ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ വെക്കണമെന്നില്ല കേട്ടോ.
നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കും. അതല്ല നമ്മുടെ ലോക്കൽ പർപ്പസ് മീൻസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ യൂസ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചാലും മതിയാവും. ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഈ കസ്റ്റമർ വർക്കിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അതാകുമ്പോൾ പോകത്തില്ലല്ലോ. ഇനി ഇതിൽ ഒരെണ്ണം ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് അകത്തുകൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ റിവൈസബിൾ ഒക്ടോപ്പസ് റെഡി ആയി കഴിഞ്ഞു. ഈ പറഞ്ഞ സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ അമിഗുരുമി വർക്ക്സും ചെയ്യാൻ പറ്റും. പാറ്റേൺ മാത്രം കിട്ടിയാൽ മതി. ഓൾമോസ്റ്റ് പിൻട്രസ്റ്റിലും ഇതേപോലെയുള്ള യൂട്യൂബ് ചാനലുകളിലും ഒക്കെ അത്യാവശ്യം പാറ്റേണുകളൊക്കെ ഉണ്ട്. പിന്നെ എറ്റ്സി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെയുള്ള ഒരു ഓൺലൈൻ സ്റ്റോറാണ്. ക്രോഷയുടെ പാറ്റേൺസ് അതിൽ സെല്ല് ചെയ്യുന്നുണ്ട്. ഈ ഫോറിനേഴ്സ് ഒക്കെ അവരവരുടെ പാറ്റേൺസ് അവരിങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അതിനുശേഷം അവരത് ഇതേപോലെയുള്ള എറ്റ്സി പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ട് സെല്ല് ചെയ്യും. നല്ല വിലയാണ് കേട്ടോ. എന്നാലും അത്യാവശ്യത്തിനുള്ളതൊക്കെ വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. എന്തായാലും നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും കുഞ്ഞു കുട്ടികളുടെ മനസ്സുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്തു കൊടുത്താൽ നല്ലതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക.